ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി എംകോം ഫസ്റ്റ് സെമസ്റ്റർ ഓരോ സബ്ജക്ട്സിന്റെയും സിലബസ് അനാലിസിസ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ റിവ്യൂ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സബ്ജക്ട്സിന്റെ സ്റ്റഡി മെറ്റീരിയൽ റിവ്യൂ ആൻഡ് സിലബസ് അനാലിസിസിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും പഠിക്കാൻ. ദെൻ ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് റിസർച്ച് മെത്തഡോളജി. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എംകോമിന് ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഫസ്റ്റ് സെമസ്റ്ററിലെ 5 സബ്ജക്ട്സിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മൾ ക്ലാസ്സസ് ആരംഭിച്ചു കഴിഞ്ഞു. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പ്രാക്ടിക്കൽ ടാക്സേഷൻ, ബിസിനസ് അനലിറ്റിക്സ്, ദെൻ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, ഈ 3 സബ്ജക്ട്സിന്റെയും വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. സോ റിസർച്ച് മെത്തഡോളജി ഈ ഒരു സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് സബ്ജക്റ്റ് വരുന്നത്. സ്റ്റഡി മെറ്റീരിയലിന്റെ ഡീറ്റെയിൽ ഇതാണ്. നമുക്കതിന്റെ കണ്ടന്റ്സിലോട്ട് പോകാം. സോ നമുക്കിവിടെ ആസ് യൂഷ്വൽ ഇവിടെ ഒരു 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ബ്ലോക്കിലും കൂടിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു 12 യൂണിറ്റുകളാണ്. 12 ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾ ഡിഗ്രിക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവുക. സോ ഇവിടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് റിസർച്ച് പ്രോസസ് ആൻഡ് റിസർച്ച് പ്ലാൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബേസിക്സ് ആണ് മെയിനായിട്ട് കാണാനുള്ള. കൺസെപ്റ്റ്സ് ഓഫ് റിസർച്ച്, റിസർച്ച് പ്രോസസ്, റിസർച്ച് ഡിസൈൻ, റിസർച്ച് പ്രപ്പോസൽ, ഇങ്ങനെ 4 യൂണിറ്റ് ആണ് നമുക്ക് ആദ്യത്തെ ബ്ലോക്കിൽ വരുന്നത്. ദെൻ സെക്കൻഡ് ബ്ലോക്ക് വരുന്നത് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ്, ബ്ലോക്കാണിത്. അതിൽ 2 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ തിയറി ആൻഡ് ടെക്നിക്സ്, സാമ്പിൾ സൈസ്, ദെൻ മെഷർമെന്റ് ആൻഡ് സ്കെയിൽ. ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ, കുട്ടികൾക്ക് അത്യാവശ്യം ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് പറയാറുള്ളതാണ് ഇത്. മെഷർമെന്റ് എന്താണ്, സ്കെയിലിംഗ് ടെക്നിക്സ്, ഡാറ്റ കളക്ഷൻ. പലപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടാറില്ല എത്ര പറഞ്ഞു കൊടുത്താലും. നമുക്ക് അനാലിസിസിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു ഏരിയ ആണത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് നമ്പർ 4, ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് പ്രസന്റേഷൻ. അതിൽ ഡാറ്റ പ്രോസസ്സിംഗ് എന്താണ്, അനാലിസിസ് ഓഫ് ഡാറ്റ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ. ദെൻ റിപ്പോർട്ട് റൈറ്റിംഗ്. ഇങ്ങനെ 12 യൂണിറ്റ് ആണുള്ളത് 4 ബ്ലോക്കിലൂടെ. നമുക്ക് ഓരോ ബ്ലോക്കിൻ്റെയും ഡീറ്റെയിൽസിലോട്ട്, യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. സോ ഇതിൽ ആദ്യത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിലോട്ട് നമുക്ക് കടക്കാം കേട്ടോ. ഇവിടെ റിസർച്ച് പ്രോസസ് ആൻഡ് റിസർച്ച് പ്ലാൻ, ഇതാണ് നമ്മുടെ ബ്ലോക്ക് നമ്പർ 1 വരുന്നത്. സോ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ട് അതിൽ 4 യൂണിറ്റ് ആണ് വരുന്നതിൽ ആദ്യം കൺസെപ്റ്റ് ഓഫ് റിസർച്ച് ആണ് നമുക്ക് കാണാനുള്ളത്. റിസർച്ചിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ്. 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ വരാറുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് കേട്ടോ. സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് റിസർച്ച്, അതിന്റെ ബേസിക്സ് കാണാൻ സാധിക്കും. ഇവിടെ കീവേഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചിൻ്റെ ബേസിക് റിസർച്ച് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ്, ആക്ഷൻ, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡെഫിനിഷൻ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണ് നമുക്ക് ഇവിടെ ആദ്യം കാണാനുള്ളത്. 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആണ്. ദെൻ അതിനുശേഷം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് റിസർച്ച്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ബേസിക് റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഓക്കെ, മിക്ക പേപ്പറിലും കാണാറുള്ളതാണ് കേട്ടോ. അത് അപ്ലൈഡ് റിസർച്ച്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ ടൈപ്സ് ഓഫ് റിസർച്ച് ഓൺ ദി ബേസ് ഓഫ് മെത്തേഡ്സ്, വീണ്ടും കാറ്റഗറൈസേഷൻ. ദെൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ദെൻ റിസർച്ച് അപ്രോച്ചസ് ആണ് നെക്സ്റ്റ് വരുന്നത്. 2 മാർക്സിൻ്റെ പലപ്പോഴും കാണാറുള്ളതാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് അപ്രോച്ചസ്. നിങ്ങൾ ഡിഗ്രിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും കൺസെപ്റ്റ് ഒക്കെ. ഇൻഡക്റ്റീവ് എന്താണ്, ഡിഡക്റ്റീവ് എന്താണെന്നുള്ളത്. നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാൽ അല്ല, ആ ഒരു ഓർഡറാണത്. ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then significance of social science research, next topic ഇതിൽ കാണാം.
അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ അതിനുശേഷം സെക്കൻഡ് യൂണിറ്റിലോട്ട് പോവുകയാണെങ്കിൽ റിസർച്ച് പ്രോസസ് ആണ്. 5 മാർക്കിന്റെ ചോദ്യത്തിലും വേണമെങ്കിൽ എസ്ഐക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എസ്ഐക്ക് മിക്ക പേപ്പറിലും കാണാറുള്ളതാണ് റിസർച്ച് പ്രോസസ്സ്. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കവേർഡ് ആണ്. സോ പ്രോസസ് ഓഫ് റിസർച്ച് നമ്പർ 1 ഡിസ്കവറിങ് ദി പ്രോബ്ലം ഏരിയ. ലിറ്ററേച്ചർ സർവേ നിങ്ങൾ ഡിഗ്രിക്ക് എസ്ഐക്ക് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കുക അല്ലേ. ദെൻ ഡെവലപ്പിംഗ് എ വർക്കിംഗ് ഹൈപ്പോത്തസിസ്, നല്ല ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, റിസർച്ച് ഡിസൈൻ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊത്തം റിസർച്ചിൻ്റെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡാറ്റ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് അതിൽ എഡിറ്റിംഗ്, കോഡിങ് എന്താണ്, ടാബുലേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, റിപ്പോർട്ടിംഗ്, ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ. ദെൻ അതിനുശേഷം റിസർച്ച് പ്രോബ്ലം, ഓരോ ഏരിയാസ് സെപ്പറേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിലുള്ള ഏരിയാസ് സെപ്പറേറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ റിസർച്ച് പ്രോബ്ലം എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് പ്രോബ്ലം 5 മാർക്കിന്റെ ചോദ്യത്തിൽ കാണാറുള്ളതാണ്. അതിന് നേച്ചർ നിർബന്ധമായും പഠിക്കേണ്ട ഏരിയ. ദെൻ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, ഇവാലുവേറ്റിംഗ് ദി പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് നമ്മൾ ശരിക്കും എന്താണ് PhD ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും റിസർച്ച് എന്ത് ചെയ്യുകയാണെങ്കിലും ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ടെക്നിക്സ് ഓഫ് ഡിഫൈനിങ് എ പ്രോബ്ലം, ലിറ്ററേച്ചർ റിവ്യൂവിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് 5 മാർക്സിൻ്റെയിലും 2 മാർക്സിൻ്റെയിലും ഒക്കെ വരാറുള്ളതാണ്. ഹൈപ്പോത്തസിസ്, നമ്മൾ റിസർച്ച് പ്രോസസ്സിൽ കണ്ട പല കാര്യങ്ങളും ഡെപ്തിലൂടെ വീണ്ടും അവർ പറയുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഷോർട്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് സാധാരണ പിന്നെ കണ്ടുവരാറ്. ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 2. ദെൻ നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് നമ്പർ 3 ആണ്, റിസർച്ച് ഡിസൈൻ. സോ റിസർച്ച് ഡിസൈൻ എന്താണെന്നുള്ളത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലൂടെ കാണാൻ സാധിക്കും. ദെൻ അതിൻ്റെ നീഡ് ഫോർ റിസർച്ച് ഡിസൈൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ പലതരത്തിലുള്ള എക്സ്പ്ലോറട്ടറി റിസർച്ച് ഡിസൈൻ, ദെൻ അതിനുശേഷം കൺക്ലൂസീവ് റിസർച്ച് ഡിസൈൻ, ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. കണ്ടോ, പലതരത്തിലുള്ള റിസർച്ച് ഡിസൈനിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ, എക്സാമിന് നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ കണ്ടോ, അതൊക്കെ പലതരത്തിലുള്ളത് കുറച്ചും കൂടി ഡെപ്തിൽ നമുക്കിവിടെ കാണാനുണ്ട് കേട്ടോ റിസർച്ച് ഡിസൈനിൻ്റെ കാര്യങ്ങൾ. സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 3. ഇനി ഫസ്റ്റ് ബ്ലോക്കിൽ ലാസ്റ്റ് ചാപ്റ്റർ വരുന്ന റിസർച്ച് പ്രപ്പോസൽ ആണ്. എന്താണ് റിസർച്ച് പ്രപ്പോസൽ, അതിൻ്റെ കൺസെപ്റ്റ്. മെയിനായിട്ട് നമുക്കിവിടെ ലിറ്ററേച്ചർ സർവേ, റിസർച്ച് ഗ്യാപ്പ്, റിസർച്ച് ഡിസൈൻ, ബിബ്ലിയോഗ്രഫി, അപ്പൻഡിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. സോ റിസർച്ച് പ്രപ്പോസൽ എന്താണ്, ദെൻ ലിറ്ററേച്ചർ റിവ്യൂവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. ദെൻ ചെറിയൊരു ഏരിയ, ബട്ട് ഇതിൽ നിന്ന് ഈ ഉള്ള ടോപ്പിക്കില്ലേ, ഈ പറഞ്ഞ ടോപ്പിക് തന്നെ ഇതിൽ നിന്ന് 2 or 5 മാർക്സിന് വരാറുണ്ട്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ബ്ലോക്ക് നമ്പർ 1. അതിൽ 4 യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ബ്ലോക്ക് നമ്പർ 2-ലെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിൽ ആദ്യം തന്നെ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി, ഇതാണ് നമ്മുടെ ബ്ലോക്ക്. സോ ഇതിൽ നിന്ന് എസ്സേ, അതുപോലെ തന്നെ ഷോർട്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആണ്, പറയേണ്ട ആവശ്യമില്ല. സാമ്പിളിംഗ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ സാമ്പിളിംഗ് തിയറി ആൻഡ് ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. സോ ഇതിൽ പോപ്പുലേഷൻ എന്താണ്, ദെൻ അതിനുശേഷം സെൻസസ് എന്താണ്, സാമ്പിളിംഗ് ബേസിക്സ് ആണ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. സാമ്പിളിങ്ങിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, സാമ്പിളിംഗ് തിയറീസ്, ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്താണ്, ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്, മിക്ക പേപ്പറിൽ ഉണ്ടാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. സാമ്പിളിംഗ് ടെക്നിക്സ്, അതിൽ റാൻഡം, നോൺ റാൻഡം, ദെൻ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, എസ്സേ അല്ലേ. എസ്സേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുള്ള ഒരു ടോപ്പിക്കാണ് പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി, നിർബന്ധമായും പഠിക്കണം. അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിലത്തെ പല കാര്യങ്ങളും നമുക്ക് 2 മാർക്സിനും 5 മാർക്സിനും വരാറുണ്ട്. അപ്പോൾ എസ്സേക്ക് റിപ്പീറ്റ് ആണ് കണ്ടോ, പലതരത്തിലുള്ള സാമ്പിളിംഗ്, ഏരിയ സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഇതിൽ നിന്ന് തന്നെ വീണ്ടും 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങൾ വരും. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, ഓക്കെ, ഇതൊക്കെ നോക്കി. ക്വാട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ കേട്ടോ. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. ഇനി ചാപ്റ്റർ നമ്പർ 6-ലോട്ട് വരുന്ന സമയത്ത് സാമ്പിൾ സൈസിനെ പറ്റിയിട്ടാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. സോ എന്താണ് സാമ്പിൾ സൈസ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സാമ്പിൾ സൈസ്.
നമുക്ക് ശരിക്കും പറഞ്ഞാൽ അനാലിസിസിൻ്റെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ടതാണ്. എന്താണ് കോൺഫിഡൻസ് ലെവൽ? ഇപ്പോൾ QT പേപ്പറൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ള കാര്യങ്ങളാണ്. പോപ്പുലേഷൻ വാരിയബിലിറ്റി, പോപ്പുലേഷൻ സൈസ്. ആ സമയത്ത് കൺസെപ്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് പഠിക്കാണ്ട് പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. സോ ഇതൊക്കെ ഡെപ്തിലൂടെ കാണാനുണ്ട്. എന്താണ് ഒപ്റ്റിമം സാമ്പിൾ സൈസ്, ദെൻ കാൽക്കുലേഷൻ ഓഫ് സാമ്പിൾ സൈസ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല ഡിഗ്രിക്കൊന്നും. ഇതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. സാമ്പിൾ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, റിസർച്ച് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും വേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഡിഗ്രിയുടെ സിലബസിലൊന്നും ഇത് പ്രോപ്പറായിട്ടില്ല. ഓക്കെ, സോ സാമ്പിൾ സൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. എറേഴ്സ് ഇൻ സാമ്പിളിങ്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സാമ്പിളിങ് ആൻഡ് എറേഴ്സ്, നോൺ സാമ്പിളിങ്, ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലോക്ക് നമ്പർ 2. ഇനി ബ്ലോക്ക് നമ്പർ 3-ലെ 3 യൂണിറ്റിലോട്ടാണ് പോകാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് കൺസെപ്റ്റാണ്. ഇപ്പോൾ നമ്മൾ അനാലിസിസിലോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറിയേണ്ടതാണ് മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽ. അപ്പോൾ അല്ലാതെ തന്നെ മെഷർമെൻറ്റ് എന്താണ്, പിന്നെ സ്കെയിലിംഗ് ടെക്നിക്സ്, ഡാറ്റ കളക്ഷൻ. അപ്പോൾ എന്താണ് മെഷർമെൻറ്റ് എന്നുള്ളതാണ് ആദ്യം നമുക്കിവിടെ നോക്കാനുള്ള. അതിൽ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് വാരിയബിൾസ്. എന്താണ് വാരിയബിൾസ്? ദെൻ ഇവിടെ കണ്ടോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്. മിക്ക പേപ്പറിലും വരുന്ന ചോദ്യമാണ്. ബേസ്ഡ് ഓൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. കണ്ടോ പലതരത്തിലുള്ള കണ്ടിന്യൂസ്, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്. നിർബന്ധമായും പഠിക്കേണ്ട ഏരിയ. ഓർഡിനൽ വാരിയബിൾ, പിന്നെ ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കൺസെപ്റ്റാണ് ഇതൊക്കെ. ദെൻ അതിന് ശേഷം മോഡറേറ്റിംഗ് വാരിയബിള്, എക്സ്ട്രേനിയസ് വാരിയബിള്, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊക്കെ. കൺഫൗണ്ടിങ്, ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷുവർ ക്വസ്റ്റ്യൻ. ആട്രിബ്യൂട്ട്സ് എന്താണ്? റിസർച്ച് ചെയ്യാൻ പോകുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. PhD ആവട്ടെ, പ്രോസസ് ഓഫ് മെഷർമെൻറ്റ്. അതുപോലെ തന്നെ നെറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു സബ്ജക്റ്റാണ് റിസർച്ച് മെത്തഡോളജി. അത് പാർട്ട് 1-ലാണെങ്കിലും പാർട്ട് 2-ലാണെങ്കിലും പേപ്പർ. ദെൻ സോഴ്സസ് ഓഫ് എറേഴ്സ്, എങ്ങനെയൊക്കെയാണ് എറേഴ്സ് വരുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ആ ഒരു യൂണിറ്റ്. ഇനി നെക്സ്റ്റ് സ്കെയിലിംഗ് ടെക്നിക്കാണ്. ഇവിടെയാണ് നമുക്ക് മെയിനായിട്ടുള്ള സ്കെയിലിംഗ് ടെക്നിക്സിൻ്റെ ഡീറ്റെയിൽസ് കാണാനുള്ള. ഞാൻ പറഞ്ഞു ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള സ്കെയിലിംഗ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. സ്കെയിലിംഗ് എന്താണ് കണ്ടോ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ. റേഷ്യോ, ഓർഡിനൽ, നോമിനൽ, ഇൻ്റർവെൽ. ഇതില്ലാത്ത പേപ്പറുകളില്ല. ഇതിൻ്റെ കൺസെപ്റ്റ് എത്ര കുട്ടികളുടെ അടുത്ത് ഇത്ര പറഞ്ഞു കൊടുത്താലും അറിയില്ല. എക്സാമിനും അല്ലെങ്കിൽ നിങ്ങൾ SPSS എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അനലൈസിസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയേണ്ട കൺസെപ്റ്റാണത്. ഓർഡിനൽ, നോമിനൽ, ഇൻ്റർവെൽ, റേഷ്യോ, ഇതൊക്കെ എന്താണ് എന്നുള്ളത്, ഇതിൻ്റെ പ്രത്യേകത, ഡിഫറൻസ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ കണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. കോൺസ്റ്റന്റ് ക്യൂ, പിന്നെ പലതരത്തിലുള്ള സ്കെയിൽ, നോൺ കമ്പാരിറ്റീവ് സ്കെയിലിംഗ് ടെക്നിക്സ്, കണ്ടിന്യൂസ് റേറ്റിംഗ്, ഇതൊക്കെ നമുക്ക് റിസർച്ചിലോട്ട് പോകുമ്പോൾ ആവശ്യമുള്ളതാണ്. ഞാൻ പറഞ്ഞു നെറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളതാണ് ഈ ഒരു ഏരിയാസിൽ നിന്നൊക്കെ. വാലിഡിറ്റി, മിക്ക പേപ്പറിലും ഡിഗ്രിക്കാണെങ്കിൽ റിപ്പീറ്റാണ്. കണ്ടന്റ് വാലിഡിറ്റി, ഫേസ് വാലിഡിറ്റി, 2 മാർക്സിനൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഏരിയ ആണ് വാലിഡിറ്റിനെ പറ്റിയിട്ടുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. ഈ 2 യൂണിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്ന ഡാറ്റ കളക്ഷനാണ്. എഗെയിൻ ഇത് കുറച്ച് എളുപ്പമുള്ളതും കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഡാറ്റ, പ്രൈമറി, സെക്കൻഡറി, ക്വസ്റ്റനെയർ, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും. പ്രൈമറി, സെക്കൻഡറി എളുപ്പമുള്ള ഒരു ഏരിയ എന്ന് പറയാൻ പറ്റുന്നത് ഇതാണ് കേട്ടോ. എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ, പ്രൈമറി, സെക്കൻഡറി, പിന്നെ ഒബ്സർവേഷൻ, ക്വസ്റ്റനെയർ, ഡിഫറെൻറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇൻ്റർവ്യൂ എന്താണ്, പലതരത്തിലുള്ള ഇൻ്റർവ്യൂസ് റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. എല്ലാ പേപ്പറിലും കാണാറുണ്ട് ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, ക്വസ്റ്റനെയറിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ. ഇല്ലാത്ത പേപ്പറുകളില്ല. എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ടൂൾസ് ഫോർ ഡാറ്റ കളക്ഷൻ, അതിലാണ് ക്വസ്റ്റനെയർ വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മാത്രം എടുത്ത് ചോദിക്കാറുണ്ട് 2 മാർക്സിന്. ക്വസ്റ്റനെയർ ഉണ്ടാക്കുന്ന രീതി, അതാണ് നെക്സ്റ്റ് കാണാൻ പറ്റുന്നത്. ഇൻ്റർവ്യൂ എന്താണ്, ഷെഡ്യൂൾ എന്താണ്, ഇൻ്റർവ്യൂവും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ്.
പൈലറ്റ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്സ് ചോദ്യം. അതുപോലെ തന്നെ ചിലപ്പോൾ അത് ഇതിൻ്റെ യൂസസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 5 മാർക്കിൻ്റെയും വരാറുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. ഇനി ബ്ലോക്ക് നമ്പർ 4 ലാസ്റ്റ് ബ്ലോക്കിലെ 3 യൂണിറ്റുകളിലോട്ടാണ് നമുക്ക് കിടക്കേണ്ടത്. എസ് ഷുവർ റിപ്പോർട്ട് റൈറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഡാറ്റ പ്രോസസ്സിങ് എന്താണ്, അതിൻ്റെ പ്രസൻറ്റേഷൻ, ഡാറ്റ പ്രോസസ്സിങ് അതിൻ്റെ പ്രസൻറ്റേഷൻ ആണ്. അപ്പോൾ അതിൽ ഡാറ്റ പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ടാണ് നമുക്ക് ആദ്യം കാണാനുള്ള. എന്താണ് ഡാറ്റ പ്രോസസ്സിങ്, ഡാറ്റ പ്രിപ്പറേഷൻ, ദെൻ അതിനുശേഷം എഡിറ്റിംഗ്. ഇതൊക്കെ 2 and 5 മാർക്സ് ചോദ്യത്തിലാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ടാബുലേഷൻ ഓഫ് ഡാറ്റ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാം. ദെൻ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്നത് അനാലിസിസ് ഓഫ് ഡാറ്റയാണ്. 2 and 5 മാർക്സിലേക്കാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അനാലിസിസ് ഓഫ് ഡാറ്റ. ഈ ടേമുകൾ നിങ്ങൾ ക്യൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പാരാമെട്രിക്, നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ, അതിൻ്റെ പർപ്പസ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക്സ്, പലതരത്തിലുള്ള അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, അതിൻ്റെ നീഡ്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. മൂവിങ് ടു ലാസ്റ്റ് യൂണിറ്റ്, ബ്ലോക്ക് നമ്പർ 4 ലാസ്റ്റ് വരുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഞാൻ പറഞ്ഞ എസ്ഐക്ക് പ്രതീക്ഷിക്കാം. എന്താണ് റിസർച്ച് റിപ്പോർട്ട്, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റിസർച്ച് റിപ്പോർട്ട്, ഷുവർ ആയിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിപ്പോർട്ട്, അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്സിന് പലപ്പോഴും കാണാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. പിന്നെ കണ്ടൻസ് ഓഫ് റിപ്പോർട്ട്, എസ് ചോദ്യമാണ്. എസ് എല്ലാ പേപ്പറിലും വരുന്നതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഈ ഒരു ചാപ്റ്ററിന് എസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ഓക്കെ, ആണ് അതിൻ്റെ ഫോമാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽസ് എന്താണ്, APA, MLA, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. ദെൻ പ്ലേജറിസം 2 and 5 മാർക്സ് ചോദ്യം, ഷുവർ. സോ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു യൂണിറ്റിൽ കാണാനുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ള മൊത്തം കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഠിക്കാനുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഈ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ, ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് പ്രസൻറ്റേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ആവറേജ് സ്റ്റൈൽ മാത്രമാണ്. അത്രത്തോളം നല്ലൊരു എക്സ്പ്ലനേഷനാണ് കൊടുത്തുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. അപ്പോൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് നല്ല റെഫറൻസ് ബുക്കുകൾ ഡിപ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, റിസർച്ച് മെത്തഡോളജിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കോത്താരിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. കോത്താരി റെഫറൻസിന് കേട്ടോ, നമ്മൾ ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇത് മാത്രം നോക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ നല്ല ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടെങ്കിൽ അതിലോട്ടും നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഓക്കെ, ഒരു ആവറേജ് പ്രസൻറ്റേഷൻ മാത്രമേ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഏത് ഓർഡറിൽ പഠിക്കണം, പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പഠിച്ച് നല്ല മാർക്സിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ബുക്കിൻ്റെ അതേ ഓർഡറിൽ പഠിക്കരുത്. ബിക്കോസ് നമുക്ക് പഠിക്കുമ്പോൾ ഏറ്റവും കംഫർട്ടായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് പെറുക്കി ആദ്യം പഠിക്കുക. സബ്ജക്റ്റിനോടൊരു താല്പര്യം അതിലൂടെ കിട്ടാനും നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇതിലേറ്റവും നിങ്ങൾക്ക് പഠിക്കാൻ സുഖം നൽകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ 2, അതിലെ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നേരെ പോയിട്ട് ആദ്യത്തെ ബ്ലോക്കിലോട്ട് പോകണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ദെൻ ആ 2 യൂണിറ്റിൻ്റെ പ്രത്യേകത, അതിലൊരു എസ്സേയും 2 മാർക്സ് ആൻഡ് 5 മാർക്സ് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നതാണ്. അപ്പോൾ ഈ 2 ബ്ലോക്ക് നമ്പർ 2 കംപ്ലീറ്റ് ചെയ്യാം ആദ്യം. അതിനുശേഷം എസ്പെഷ്യലി ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് 1 ആണ്. പിന്നെ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിളായിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതും നമുക്ക് ഷുവറായിട്ട് ചോദ്യങ്ങൾ വരുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിനുശേഷം റിപ്പോർട്ട് റൈറ്റിംഗ്, ഞാൻ പറഞ്ഞു എസ്സേക്ക് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം, അതിലോട്ട് കടക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ഒരുപാട് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കാം. അതിനുശേഷം നിങ്ങൾ ബ്ലോക്ക് നമ്പർ 1 പോയാൽ മതി. അതിൽ പിന്നെ ഓർഡറിൽ പഠിക്കാം. ഓക്കെ, ദെൻ ബാലൻസ് ഉള്ള ഏരിയാസ് കവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനോട് താല്പര്യം വരാനും ഷുവറായിട്ടും ഈസി ആയിട്ടും നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഏരിയാസാണ് ഞാൻ ഓർഡറിൽ പറഞ്ഞത്.
ഏതൊക്കെയാ? സാമ്പിളിംഗ് തിയറി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ബ്ലോക്ക് നമ്പർ 2. പിന്നെ ഡാറ്റ കളക്ഷൻ ഈസിയാണ്, ചോദ്യങ്ങൾ വരാറുണ്ട്. റിപ്പോർട്ട് റൈറ്റിങ്ങും ഈസിയാണ്. അപ്പോൾ ആദ്യം ഈ ഈസിയസ്റ്റ് ഏരിയാസ് നിങ്ങൾ പിടിക്കുക, അതിനുശേഷം ബാലൻസ് ഉള്ള ഏരിയാസിലോട്ട് പോകുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് റിസർച്ച് മെത്തഡോളജിയുടെ സിലബസ് ഡീറ്റെയിൽസ്, പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. സോ ഇതിൻ്റെ ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന. ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. സോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ അവസാനത്തേക്കൊന്നും പഠനം വെക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് വീഡിയോസും നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ക്ലാസ്സസ് ആരംഭിച്ചു കഴിഞ്ഞു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.